ഈ ഒരു എഫക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോയിൽ ഈ ഇരിക്കുന്ന സബ്ജക്റ്റ് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഫ്രെയിം, ഫ്രീസായിട്ടിരിക്കുന്ന ഒരു ഫ്രെയിം നമ്മൾ കണ്ടെത്തി അവിടെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്യുക ആദ്യം. അതിനായിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് വീഡിയോയിൽ മൂവ്മെൻറ്റ്സ് വരുവാണ്. കുറച്ചുകൂടി ബാക്കിലോട്ട് പതുക്കെ കൊണ്ടുവരാം ഫ്രെയിം. ഓക്കെ, ഇവിടെ ഫ്രീസാണ്. അപ്പോൾ ഈ ഫ്രീസായിട്ട് നിൽക്കുന്ന ഇനി അടുത്ത ഫ്രെയിം തൊട്ട് മൂവ്മെൻറ്റ് തുടങ്ങുവാണ്. ഈ ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെയാണോ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് തൊട്ട് മുമ്പുള്ള ഫ്രെയിമിലൊന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ബ്ലേഡ് ഉപയോഗിച്ച്, ഇവിടെ ബ്ലേഡ് ഉണ്ട്, അതെടുത്തിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇവിടെ തന്നെ ഈ ഒരു ബാർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് ഉണ്ടാവും. എക്സ്പോർട്ടിൽ കറണ്ട് ഫ്രെയിം സ്റ്റിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി ആ ഫ്രെയിം സേവ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി നമ്പർ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്കതിവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ അത് വന്നിട്ടുണ്ട്. ഈ ഫോട്ടോ നമ്മളിനി നേരെ ആദ്യം ഞാൻ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെമിനിയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രോംപ്റ്റ് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. വെറുതെ ഒന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് നമ്മൾ ChatGPTയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റ് കൊണ്ടൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. അതായത് ഈ സബ്ജക്റ്റിനെ റിമൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഇതുമായിട്ട് മാച്ച് ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ചുള്ള ഇമേജും ഇപ്പം നമ്മൾ മാറ്റി ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് സെറ്റ് ചെയ്തെടുത്തില്ലേ ജെമിനിയിൽ, അത് രണ്ടും കൂടി വലിച്ച് നമ്മൾ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് ഇടുവാണ്. ഓക്കെ, രണ്ടും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തില്ലേ, അതിനെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇടുക. ഇവിടെ ഇട്ടിട്ട് ഇതിൻ്റെ റേഷ്യോ ആയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. വലിച്ച് അതുമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് പതുക്കെ ഒന്ന് ഒപ്പാസിറ്റി കുറച്ച് നോക്കുക, ഇത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന്. യെസ്, കറക്റ്റായിട്ടാണ് ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മാസ്കിൽ വന്നിട്ട് ആൾട്ട് ഞെക്കി പിടിച്ച് മാസ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ബ്ലാക്ക് മാസ്ക് അവിടെ വീഴും. ഇനി ആ മാസ്ക് സെലക്ട് ചെയ്തിട്ട് ബ്രഷ് എടുക്കുക. ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഈ സബ്ജക്റ്റിനെ മാത്രം റിമൂവ് ആകുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ഇട്ട് ഇവിടെ പെയിൻറ്റ് ചെയ്യുക. സക്സസ്ഫുള്ളി ഞാനിവിടെ നമ്മുടെ സബ്ജക്റ്റിനെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ മാത്രം ഒന്ന് സേവ് ചെയ്യണം കേട്ടോ. Ctrl+Shift+S പ്രസ് ചെയ്തിട്ട് സേവ് എ കോപ്പി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് JPG സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ 1 വന്നിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, അത് സേവ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഹൈഡ് ചെയ്യാണ്. ഈ മാസ്ക് ഒന്ന് ഹൈഡ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇനി സബ്ജക്റ്റ് മാത്രമായിട്ട് നമുക്കൊന്ന് ഒരു കോപ്പി എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് ചെയ്തു. ഇനി സബ്ജക്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളിവിടെ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, കണ്ടല്ലോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു റഫായിട്ടുള്ള സെലക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചെയർ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അത് നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ചൊന്ന് സൂം ചെയ്ത് വെച്ചിട്ട് ഇവിടെയും കൂടി ഫില്ല് ചെയ്യാറുണ്ട്. ഒന്ന് അടിക്കുക. ഇവിടെയും കൂടി ഒരുവിധം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഈ മാസ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സബ്ജക്റ്റിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിൻ്റെ ബാക്കിലൊരു ബ്ലാക്ക് കളർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സോളിഡ് കളർ എടുത്ത് ഇതിൻ്റെ ബാക്കിലിടുവാണ്. ഓക്കെ, എന്നാലും നമുക്കിനി ചെയ്യാൻ പോകുന്ന എഫക്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, Ctrl+U പ്രസ് ചെയ്യുകയാണ്. U പ്രസ് ചെയ്തിട്ട് ഈ ലൈറ്റ്നെസ് ഫുള്ള് ഞാൻ വലതോട്ട് പിടിക്കുകയാണ്. ഇത് ഫുള്ളി വൈറ്റ് ആയി. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. Ctrl+J പ്രസ് ചെയ്തിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് താഴെ വന്നിട്ടുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളിവിടെ ഫിൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ബോക്സ് ബ്ലറോ അല്ലെങ്കിൽ ഗോഷൻ ബ്ലറോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാൻ ഇവിടെ ബോക്സ് ബ്ലർ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം കുറച്ചൊന്ന് നിങ്ങളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് വരുന്നത് കാണാൻ പറ്റും. ഓറ കണക്ക് കണ്ടല്ലോ. അത് കുറച്ചൊന്ന് കൊണ്ടുവന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, ശക്കലം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് കൂട്ടാം കേട്ടോ.
നിങ്ങളുടെ ഇമേജ് അനുസരിച്ച് മാറ്റുക. ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി കൂട്ടുകയാണ്. ശാലോടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഈ ബാക്കിൽ ഇട്ടിട്ടുള്ള ബ്ലാക്കിനെ അങ്ങ് ഡിസേബിൾ ചെയ്തിട്ട് നമ്മൾ ഇതിനെയാണ് ഇനി സേവ് ചെയ്യാൻ പോകുന്നത്. Ctrl+Shift+S പ്രസ് ചെയ്തിട്ട് നമ്മളിതിനെ PNG ആക്കാൻ പോകണം. അതിൻ്റെ സേവ് കോപ്പി കൊടുക്കുന്നു. അതിനുശേഷം PNG സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് PNG സെലക്ട് ചെയ്യുന്നു. PNG സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും സേവ് ചെയ്തു. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അതെ, ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള PNG ഫയലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ വലിച്ച് എങ്ങോട്ട് കൊണ്ടുപോവാണ്? ഡാവിഞ്ചി റിസോൾവിൽ കൊണ്ടുപോകണം. അതിന് വലിച്ചുകൊണ്ട് വന്ന് ഡാവിഞ്ചിയിൽ കൊണ്ടുവന്ന് ദേ ഇവിടെ വിട്ടുകൊടുക്കുകയാണ്. ഓൾറെഡി ഒരു ട്രാക്ക് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് ബാക്കി എല്ലാ സബ്ജക്റ്റും റിമൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ഇവിടെ വെച്ചിട്ടില്ലേ, ഇതിനെ വലിച്ചുകൊണ്ട് വന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിനെ പതുക്കെ വലിച്ച് ഇവിടെ താഴെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിലങ്ങ് ഇടുക. ഇങ്ങനെ ഇട്ട ശേഷം നിങ്ങൾ ഇവിടെ നമ്മൾ വൈറ്റ് മാത്രമായിട്ട് കട്ട് ചെയ്ത് സബ്ജക്റ്റിനെ എടുത്തിട്ടില്ലേ, വൈറ്റ് ആക്കിയ ഈ ഒരു സാധനം വലിച്ച് ഈ ഫ്രണ്ടിൽ കൊണ്ടുവരിക. അതിനായിട്ട് ഫുൾ എടുക്കാതെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇവിടെ വെച്ച് നമ്മൾ ഔട്ട് സെറ്റ് ചെയ്യുക. O പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരിക. ഓക്കെ, ഇതിനെ ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കുവാണ്. ചെറുതാക്കിയിട്ട് ഇതിനകത്ത് ഇറക്കി വയ്ക്കുവാണ്. എന്നിട്ട് നമുക്കിവിടെ ആദ്യം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാണണം അല്ലേ, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിനായിട്ട് കാണണം. അതിനായിട്ട് ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഈ വീഡിയോയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ ഒരു ബാർ കൊണ്ട് വെച്ചതിന് ശേഷം നമ്മളിവിടെ ഇൻസ്പെക്ടറിൽ വരാം. ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും. കണ്ടല്ലോ, ഈ കോമ്പോസിറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒപ്പാസിറ്റിയിൽ ആദ്യം ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, അതായത് കീ കൊടുക്കുക. നമ്മളൊരു കീ എനേബിൾ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ 2 ഫ്രെയിം ഇങ്ങോട്ട് മാറ്റുക. 1, 2 ഫ്രെയിം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒപ്പാസിറ്റി പിടിച്ച് ഫുള്ള് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കീയും കൂടി ആഡ് ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനിയും നമ്മൾ വീണ്ടും 1, 2 ഫ്രെയിം കൂടി ഇപ്പുറത്ത് ചാടിച്ചു. എന്നിട്ട് ഒപ്പാസിറ്റി ഫുള്ളാക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും 2 ഫ്രെയിം ചാടിക്കുന്നു, ഒപ്പാസിറ്റി പിന്നും കുറയ്ക്കുന്നു. 2 ഫ്രെയിം ചാടിക്കുന്നു, ഒപ്പാസിറ്റി ഫുള്ള് കൂട്ടുന്നു. ഇനിയും 1 ഫ്രെയിം കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. 1 ഫ്രെയിം കൂടി ചാടിക്കുന്നു, ഒപ്പാസിറ്റി ഫുള്ള് ഞാൻ കുറയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ കീ എല്ലാം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഓരോ കീ എത്തുമ്പോഴും എന്താ നടക്കുന്നത്? ഒപ്പാസിറ്റി നമ്മൾ 0 സെറ്റ് ചെയ്തെത്തുമ്പോൾ 0 ആവുന്നു, അടുത്ത വീണ്ടും കൂടി വരുന്നു, കുറയുന്നു. അപ്പോൾ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗം വന്നിട്ട് നമ്മൾ താഴെ ഫ്രീ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്, അതായത് സബ്ജക്റ്റ് ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടം വരെ വലിച്ചുകൊണ്ട് വന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുകളിലത്തെ സബ്ജക്റ്റ് ഉള്ള വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്ന് ഈ ഡോട്ടിൽ നിന്ന് വലിച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒപ്പാസിറ്റി ഔട്ടായി വരും. അപ്പോൾ എന്ത് പറ്റും? പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് തെളിഞ്ഞ് വരും. നോക്കിക്കോളൂ, ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സബ്ജക്റ്റ് മാഞ്ഞു പോകുന്നൊരു എഫക്റ്റ്. കുറച്ചുകൂടി ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് ഡാമേജ് റിസോൾവിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റാ.